ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. നമ്മൾ ഇന്ന് 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മനുഷ്യ ശരീരം ഒരു വിസ്മയം, രക്തപര്യായനം, വിസർജനം, നാഡീയ ഏകോപനം എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ് പഠിക്കുന്നത്. രക്തപര്യായന വ്യവസ്ഥ, അതുപോലെ വിസർജന വ്യവസ്ഥ, നാഡീ വ്യവസ്ഥ, അതൊക്കെ വരുന്ന ഒരു ചാപ്റ്ററാണിത്. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് വരുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ ക്ലാസ് മുഴുവൻ കാണാൻ ശ്രമിക്കണം കേട്ടോ. അതുപോലെ ക്ലാസ്സിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യണേ. നമ്മുടെ ടെലഗ്രാമിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. 7ാമത്തെ ചാപ്റ്ററാണ് മനുഷ്യ ശരീരം ഒരു വിസ്മയം, രക്തപര്യായനം, വിസർജനം, നാഡീയ ഏകോപനം. ആദ്യം തന്നെ രക്തപര്യായന വ്യവസ്ഥ അല്ലെങ്കിൽ സർക്കുലേറ്ററി സിസ്റ്റമാണ്. ചെറുകുടലിലെ വില്ലസുകൾ ആഗിരണം ചെയ്യുന്ന പോഷക ഘടകങ്ങളും ശ്വസന ഫലമായി ലഭിക്കുന്ന ഓക്സിജനും കോശങ്ങളിലെത്തുന്നു. ഈ ധർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്നത് രക്തമാണ്. രക്തം, രക്തക്കുഴലുകൾ, ഹൃദയം എന്നിവ ചേർന്ന സംവിധാനമാണ് രക്തപര്യായന വ്യവസ്ഥ. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ എന്താണ് ദഹന വ്യവസ്ഥയെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ചെറുകുടലിലെ വില്ലസുകൾ പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്യുന്നുണ്ട് നമ്മൾ പഠിച്ചു. ഇങ്ങനെ ആഗിരണം ചെയ്യുന്ന പോഷക ഘടകങ്ങളും ശ്വസനഫലമായി ലഭിക്കുന്ന ഓക്സിജനും കോശങ്ങളിൽ എത്തുന്നുണ്ട്. ഈ ധർമ്മം നിർവഹിക്കുന്ന ആരാണ്? രക്തമാണ്. രക്തം, അതുപോലെ രക്തക്കുഴലുകൾ, ഹൃദയം എന്നിവ ചേർന്ന സംവിധാനമാണ് രക്തപര്യായന വ്യവസ്ഥ. അപ്പോൾ രക്തപര്യായന വ്യവസ്ഥയിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്? രക്തം, രക്തക്കുഴലുകൾ, ഹൃദയം. ഇനി മനുഷ്യന്റെ രക്തപര്യായന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് കാണുന്നുണ്ട്? രക്തം, അതുപോലെ എന്താണ് ഹൃദയം, അതുപോലെ എന്താണ് രക്തക്കുഴലുകളൊക്കെ എന്താണ് രക്തപര്യായന വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് അല്ലേ. ഹൃദയത്തിൽ നിന്ന് ഓക്സിജനും പോഷക ഘടകങ്ങളും അടങ്ങിയ രക്തം ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നതും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന രക്തം ഹൃദയത്തിൽ തിരിച്ചെത്തിക്കുന്നതുമാണ് രക്തപര്യായന വ്യവസ്ഥയുടെ പ്രധാന ധർമ്മം. അപ്പൊ എന്താണ് പറഞ്ഞത്? ഹൃദയത്തിൽ നിന്ന് ഓക്സിജനും പോഷക ഘടകങ്ങളും അടങ്ങിയ ശുദ്ധരക്തം അല്ലെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കുന്നുണ്ട്. അതുപോലെ എന്താണ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന അശുദ്ധ രക്തം ഹൃദയത്തിലേക്ക് തിരിച്ചെത്തിക്കുന്നത് എന്താണ് രക്തപര്യായന വ്യവസ്ഥയുടെ ഒരു പ്രധാന ധർമ്മമാണ്. ഇനി മനുഷ്യരക്തം. നമ്മുടെ രക്തത്തിന്റെ നിറം എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. രക്തത്തിന് ചുവപ്പ് നിറത്തിന് കാരണം എന്താണ്? ഹീമോഗ്ലോബിൻ എന്ന വർണ്ണവസ്തുവിന്റെ സാന്നിധ്യമാണ് രക്തത്തിൽ ചുവപ്പ് നിറത്തിന് കാരണം. അപ്പോൾ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിന്റെ പ്രധാന ഘടകങ്ങൾ ഇരുമ്പും പ്രോട്ടീനുമാണ്. ഇരുമ്പടങ്ങിയ ആഹാരം കഴിക്കേണ്ടതിന്റെ ആവശ്യകത ഇതിൽ നിന്ന് മനസ്സിലായില്ലേ. അപ്പോൾ ഹീമോഗ്ലോബിനിലുള്ള പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇരുമ്പും പ്രോട്ടീനുമാണ് ഹീമോഗ്ലോബിന്റെ പ്രധാന ഘടകങ്ങൾ. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ. ഇനി ഇവിടെ ഇരുമ്പടങ്ങിയിട്ടുള്ള ചില ഭക്ഷ്യവസ്തുക്കളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഈന്തപ്പഴം, കോഴിമുട്ട, മുരിങ്ങയില. ഇതിലൊക്കെ ധാരാളം ഇരുമ്പടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ശ്വാസകോശത്തിൽ നിന്ന് കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുകയും കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ശ്വാസകോശത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതിന് രക്തത്തിലെ ഹീമോഗ്ലോബിൻ പ്രധാന പങ്ക് വഹിക്കുന്നു. എന്താ പറഞ്ഞത്? ശ്വാസകോശത്തിൽ നിന്ന് കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുകയും കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ശ്വാസകോശത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത് രക്തത്തിലെ ഹീമോഗ്ലോബിൻ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇനി രക്തത്തിലെ പ്രധാന ഘടകങ്ങൾ എന്ന് പറഞ്ഞ ഹെഡിങ് ആണ് കൊടുത്തിട്ടുള്ളത്. രക്തത്തിലെ പ്രധാന ഘടകങ്ങളാണ് പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ്, വെളുത്ത കോശം, അതുപോലെ ചുവന്ന കോശം. ഇനി എന്താണ് പ്ലാസ്മ? രക്തത്തിന്റെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ. പ്ലാസ്മയ്ക്ക് ഇളം മഞ്ഞ നിറമാണുള്ളത്. ഗ്ലൂക്കോസിനെ കോശങ്ങളിൽ എത്തിക്കുന്നു എന്നുള്ള ധർമ്മമാണ് പ്ലാസ്മയുടേത്. അപ്പോൾ പ്ലാസ്മയുടെ ധർമ്മം എന്താണ്? ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. എന്തൊക്കെയാണ്? രക്തത്തിന്റെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ. പ്ലാസ്മയുടെ നിറം എന്താണ്? ഇളം മഞ്ഞ നിറമാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്താണ്? ഗ്ലൂക്കോസിനെ കോശങ്ങളിൽ എത്തിക്കുന്നു. ഇനി പ്ലേറ്റ്ലെറ്റ് ആണ്. പ്ലേറ്റ്ലെറ്റ് എന്താണ്? രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നത് പ്ലേറ്റ്ലെറ്റുകളാണ് കേട്ടോ. അപ്പം മുറിവൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ രക്തസ്രാവം ഉണ്ടാവാതെ പെട്ടെന്ന് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് പ്ലേറ്റ്ലെറ്റുകളാണ്. ഇനി വെളുത്ത രക്തകോശം, വൈറ്റ് ബ്ലഡ് സെൽ അല്ലെങ്കിൽ WBC. WBCക്ക് നിശ്ചിത ആകൃതിയില്ല, എന്താണ് മർമ്മമുണ്ട്, അതുപോലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ധർമ്മം. അപ്പൊ WBCയുടെ പ്രധാനപ്പെട്ട ധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ രോഗാണുക്കളെ നശിപ്പിക്കുന്നു. അപ്പൊ ഇന്നെന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇതിന് നിശ്ചിത ആകൃതിയില്ല, പിന്നെന്താണ് ഇതിന് മർമ്മമുണ്ട് അല്ലെ. അപ്പോൾ എന്താ പറഞ്ഞിട്ട്? നിശ്ചിത ആകൃതിയില്ല, മർമ്മമുണ്ട്, അതുപോലെ ഇതിന്റെ പ്രധാനപ്പെട്ട ധർമ്മം രോഗാണുക്കളെ നശിപ്പിക്കുന്നു.
ഇനി അടുത്തത് എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? ചുവന്ന രക്തകോശമാണ്, റെഡ് ബ്ലഡ് സെൽ അല്ലെങ്കിൽ RBC. RBCക്ക് ഒരു ഡിസ്കിന്റെ ആകൃതിയിലാണ് RBC കാണപ്പെടുന്നത്. എന്താണ്, അതിന് മർമ്മമില്ല കേട്ടോ. ഹീമോഗ്ലോബിൻ അടങ്ങിയിട്ടുണ്ട്. RBCയിൽ ഹീമോഗ്ലോബിൻ അടങ്ങിയിട്ടുണ്ട്. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ വിനിമയമാണ് പ്രധാനപ്പെട്ട ധർമ്മം. അപ്പോൾ RBCയുടെ പ്രധാനപ്പെട്ട ധർമ്മം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓക്സിജൻ അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ വിനിമയമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം. അപ്പം എന്തൊക്കെയാണ്? ചുവന്ന രക്തകോശം ഡിസ്കിന്റെ ആകൃതിയിലാണ്, മർമ്മമില്ല, ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നു, അതുപോലെ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ വിനിമയം. അപ്പം രക്തത്തിൽ ഹീമോഗ്ലോബിൻ അടങ്ങിയിട്ടുള്ളത് RBCയിലാട്ടോ. അപ്പം എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട രക്തത്തിലെ ഘടകങ്ങൾ? പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ്, വെളുത്ത രക്തകോശം, അതുപോലെ എന്താണ് RBC. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്യണേ. ഇനി ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. രക്തത്തിന്റെ ദ്രാവക ഭാഗം ഏത്? അതായത് നമ്മൾ പഠിച്ചത് പ്ലാസ്മയാണ് അല്ലേ. അതുപോലെ രക്തകോശങ്ങൾ ഏതെല്ലാം എന്ന് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് രക്തകോശങ്ങൾ നമ്മൾ പഠിച്ചത്? പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റുകൾ, RBC, അതുപോലെ WBC. പ്ലേറ്റ്ലെറ്റുകളുടെ ധർമ്മം എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് പ്ലേറ്റ്ലെറ്റുകളാണ് അല്ലേ. അതുപോലെ ഹീമോഗ്ലോബിൻ കാണപ്പെടുന്ന രക്തകോശം ഏതാണ്? നമ്മൾ പഠിച്ചു RBCയിലാണ് ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നത്. ഇനി വെളുത്ത രക്തകോശങ്ങളും ചുവന്ന രക്തകോശങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം എന്ന് പഠിച്ചിട്ടുണ്ട്. വെളുത്ത രക്തകോശം അല്ലെങ്കിൽ WBC എന്താണ്? നിശ്ചിത ആകൃതിയില്ല അല്ലേ. അതുപോലെ WBCയിൽ എന്താണ്? മർമ്മം കാണപ്പെടുന്നുണ്ട്. പിന്നെന്താണ് നമ്മൾ പഠിച്ചത്? രോഗാണുക്കളെ നശിപ്പിക്കുന്ന ധർമ്മമാണ് WBCക്ക് ഉള്ളത്. അതുപോലെ RBCക്ക് എന്താണ്? RBCയിൽ എന്താണ്? ഡിസ്കിന്റെ ആകൃതിയാണ് RBCക്ക്. അതുപോലെ പിന്നെന്താണ്? മർമ്മമില്ല. അതുപോലെ ഹീമോഗ്ലോബിൻ അടങ്ങിയിട്ടുണ്ട്. പിന്നെന്താണ്? RBCയുടെ പ്രധാനപ്പെട്ട ധർമ്മം ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും വിനിമയം അതാണ് സാധ്യമാക്കുന്നത് RBC ആണ് അല്ലേ. അടുത്ത ഹെഡിങ് രക്തപര്യായനം. രക്തക്കുഴലുകളിലൂടെ രക്തം ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട രക്തക്കുഴലുകൾ? ഹൃദയത്തിന്റെ ധമനിയും സിരകളിലെ, അതുപോലെ ലോമികകൾ. നമുക്ക് ഈ ഒരു ചിത്രത്തിൽ കാണാം. ഏതൊക്കെയാണ്? ധമനി, സിര, ലോമികകളിലെ. ധമനികൾ അല്ലെങ്കിൽ ആർട്ടറീസ്, സിരകൾ അല്ലെങ്കിൽ വെയിൻസ്, ലോമികകൾ അല്ലെങ്കിൽ കാപ്പിലറീസ്. ഹൃദയത്തിൽ നിന്ന് ഓക്സിജൻ കൂടുതൽ അടങ്ങിയ രക്തം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കുഴലുകളാണ് ധമനികൾ. അപ്പൊ ഹൃദയത്തിൽ നിന്നും ഓക്സിജൻ അടങ്ങിയിട്ടുള്ള രക്തം വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കുഴലുകളാണ് എന്ത്? ധമനികൾ കേട്ടോ. ഇനി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ കലർന്ന അശുദ്ധ രക്തം ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന കുഴലുകളാണ് എന്ത്? സിരകൾ കേട്ടോ. അപ്പോൾ ഹൃദയത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിട്ടുള്ള രക്തം കൊണ്ടുവരുന്നത് സിരകളാണ്. സിരകളെയും ധമനികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത രക്തക്കുഴലുകളാണ് ലോമികകൾ. അപ്പോൾ സിരകളെയും ധമനികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത രക്തക്കുഴലുകളാണ് ലോമികകൾ. അപ്പോൾ എന്തൊക്കെയാ പഠിച്ചത്? ധമനികൾക്ക് എന്താണ് ധർമ്മം? ഹൃദയത്തിൽ നിന്ന് ഓക്സിജൻ അടങ്ങിയിട്ടുള്ള രക്തം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളാണ് എന്ത്? ധമനികൾ. ഇനി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ കലർന്ന രക്തം ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നത് സിരകളാണ്. സിരകളെയും ധമനികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത രക്തക്കുഴലുകളാണ് ലോമികകൾ. അടുത്ത ഹെഡിങ് ആണ് ഹൃദയം. രക്തപര്യായന വ്യവസ്ഥയുടെ കേന്ദ്രമാണ് ഹൃദയം. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തം പമ്പ് ചെയ്യുന്നത് ഹൃദയമാണ്. അപ്പൊ രക്തപര്യായന വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട കേന്ദ്രം ഏതാണ്? ഹൃദയമാണ്. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തം പമ്പ് ചെയ്യുന്നത് ഹൃദയമാണ്. അപ്പൊ നമ്മൾ രക്തക്കുഴലുകളൊക്കെ പഠിച്ചില്ലേ. അപ്പോൾ എന്താണ് ഏത് രക്തക്കുഴലാണ്? ഹൃദയത്തിൽ നിന്നും ശുദ്ധരക്തത്തെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ധമനികളാണ് അല്ലേ. ഹൃദയം ഔരാശയത്തിൽ ശ്വാസകോശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഹൃദയം ഔരാശയത്തിൽ ശ്വാസകോശങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് വാരിയെല്ലുകളാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇനി മനുഷ്യഹൃദയത്തിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഹൃദയത്തിന് മുഷ്ടിയോളം വലിപ്പമുണ്ട്. അപ്പോൾ ഒരാളുടെ കൈയിൻ്റെ മുഷ്ടിയോളം വലിപ്പമാണ് ആ ഒരാളുടെ ഹൃദയത്തിന് എന്നാണ് പറയാറ്. അപ്പോൾ ഹൃദയത്തെ ആവരണം ചെയ്ത് ഇരട്ട സ്ഥലമുണ്ട്. ഇതാണ് പെരികാർഡിയം. ഇതെപ്പോഴും ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഹൃദയത്തെ ആവരണം ചെയ്ത് ഇരട്ട സ്ഥലമാണ് എന്ത്? പെരികാർഡിയം. മനുഷ്യ ഹൃദയത്തിന് 4 അറകളുണ്ട്. അപ്പോൾ എന്തൊക്കെയാ പറഞ്ഞത്? ഹൃദയത്തിന് മുഷ്ടിയോളം വലിപ്പമുണ്ട്. ഹൃദയത്തെ ആവരണം ചെയ്ത് ഇരട്ട സ്ഥലമാണ് എന്ത്? പെരികാർഡിയം. മനുഷ്യ ഹൃദയത്തിന് 4 അറകളുണ്ട്. ഇനി ഇവിടെ കുറച്ച് ജീവികളുടെ ഹൃദയത്തിന്റെ ചിത്രവും അതുപോലെ ഹൃദയത്തിന്റെ അറകളും കൊടുത്തിട്ടുണ്ട്. എന്താണ്? മണ്ണിരയുടേതാണ്. മണ്ണിരയുടെ ഹൃദയത്തിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതുപോലെ 5 ജോഡി പാർശ്വഹൃദയങ്ങളാണ് മണ്ണിരക്കുള്ളത്. 5 ജോഡി പാർശ്വഹൃദയങ്ങളുള്ളതാണ് മണ്ണിര.
ഇനി പാറ്റയുടെ ഹൃദയത്തിന്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 13 അറകളാണ് പാറ്റയുടെ ഹൃദയത്തിന്. 13 അറകളുണ്ട്. അതുപോലെ തന്നെ മീനിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. മീനിന്റെ അതുപോലെ തന്നെ ഹൃദയത്തിന്റെ ചിത്രവും അതുപോലെ 2 അറകളാണ് പിന്നെ എന്താണ് ഫിഷിനുള്ളത്. അതുപോലെ എന്താണ് തവളയുടെ ഹൃദയത്തിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. 3 അറകളാണ്. അടുത്തത് കോഴിയാണ്. കോഴിയുടെ ഹൃദയത്തിന് 4 അറകളാണുള്ളത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? മണ്ണിരക്ക് 5 ജോഡി പാർശ്വഹൃദയങ്ങളിലെ പാറ്റ 13 അറകളുണ്ട്. അതുപോലെ എന്താ ഫിഷിന് 2 അറകൾ. അതുപോലെ എന്താണ് തവളയ്ക്ക് 3 അറകളാണ് ഹൃദയത്തിന്. അതുപോലെ കോഴിയുടേത് 4 അറകൾ. അടുത്ത ഹെഡിങ് ആണ് ഹൃദയസ്പന്ദനം അല്ലെങ്കിൽ ഹേർട്ട് ബീറ്റ്. ഹൃദയസ്പന്ദനവും പൾസും. ഹൃദയം ഒരു പ്രാവശ്യം സങ്കോചിക്കുകയും പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നതാണ് ഹൃദയസ്പന്ദനം. ആരോഗ്യമുള്ള ഒരാളുടെ ഹൃദയം മിനിറ്റിൽ 72 പ്രാവശ്യം സ്പന്ദിക്കുന്നു. ഇതാണ് ഹൃദയസ്പന്ദന നിരക്ക്. ഹൃദയസ്പന്ദനത്തിന്റെ ഫലമായി ധമനികളിൽ തരംഗചലനം ഉണ്ടാകുന്നതാണ് പൾസ്. ഹൃദയസ്പന്ദന നിരക്കും പൾസിന്റെ നിരക്കും തുല്യമായിരിക്കും. അപ്പൊ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഹൃദയം ഒരു പ്രാവശ്യം സങ്കോചിക്കുകയും പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്യുന്നതാണ് എന്ത്? ഹൃദയസ്പന്ദനം. ആരോഗ്യമുള്ള ഒരാളുടെ ഹൃദയം മിനിറ്റിൽ 72 പ്രാവശ്യം സ്പന്ദിക്കുന്നു. ഇതാണ് ഹൃദയസ്പന്ദന നിരക്ക്. ഹൃദയസ്പന്ദനത്തിന്റെ ഫലമായിട്ട് ധമനികളിൽ തരംഗചലനം ഉണ്ടാകുന്നതാണ് എന്ത്? പൾസ്. ഹൃദയസ്പന്ദന നിരക്കും പൾസിന്റെ നിരക്കും തുല്യമായിരിക്കും. അപ്പൊ എന്താണ്? ഹൃദയസ്പന്ദന നിരക്കും പൾസിന്റെ നിരക്കും തുല്യമായിരിക്കും. അപ്പൊ ഇത് നോട്ട് ചെയ്യണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുള്ളതാണ് റെനെ ലെനക്. ഹൃദയസ്പന്ദനം പരിശോധിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റെതസ്കോപ്പ്. റെനെ ലെനക് ആണ് ഇത് ആദ്യമായിട്ട് നിർമ്മിച്ചത്. അപ്പൊ എന്താണ് പറഞ്ഞത്? സ്റ്റെതസ്കോപ്പ് നിർമ്മിച്ചത് ആരാണ്? റെനെ ലെനക് ആണ്. ഹൃദയസ്പന്ദനം പരിശോധിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? സ്റ്റെതസ്കോപ്പ്. അത് കണ്ടുപിടിച്ചത് റെനെ ലെനക് ആണ്. അടുത്ത ഹെഡിങ് ആണ് ഹൃദയാരോഗ്യം. ഹൃദയത്തിന്റെ ആത്മകഥം ശ്രദ്ധിക്കൂ. എന്തൊക്കെയാണ് ഹൃദയം പറയുന്നത്? പുകവലി, മദ്യപാനം എന്നിവ എന്നെ വേഗം രോഗിയാക്കും. വ്യായാമം ചെയ്തില്ലെങ്കിൽ എൻ്റെ ആരോഗ്യം തകരാറിലാകും. പിന്നെ എന്താണ്? കൂടുതൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണം സ്ഥിരമായി കഴിക്കുന്നത് എൻ്റെ പ്രവർത്തനത്തെ ബാധിക്കും. ജീവിതശൈലി രോഗങ്ങൾ എന്നെ തളർത്തും. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പിന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനെ ബാധിക്കുന്നത്? എന്തൊക്കെയാണ്? പുകവലി, മദ്യപാനം, അതുപോലെ വ്യായാമത്തിൻ്റെ കുറവ്. പിന്നെന്താണ്? ജീവിതശൈലി രോഗങ്ങളിലെ പിന്നെന്താണ്? കൂടുതൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണം സ്ഥിരമായി കഴിക്കുന്നതൊക്കെ ഹൃദയത്തിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നതാണ്. അടുത്ത ഹെഡിങ് ആണ് മുറിവുണ്ടായാൽ. ഹൃദയം, രക്തം, രക്തക്കുഴൽ എന്നിവ രക്തപര്യായന വ്യവസ്ഥയുടെ ഭാഗങ്ങളാണ് അല്ലേ. പിന്നെന്താണ്? കളിച്ചുകൊണ്ടിരിക്കെ നിങ്ങളുടെ കൂട്ടുകാരന് കയ്യിലൊരു മുറിവുണ്ടായി, രക്തം ഒഴുകുന്നു, നിങ്ങൾ എന്ത് ചെയ്യും ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഒരു മുറിയെ പറ്റിയ ഒരാൾക്ക് എന്തൊക്കെ പ്രാഥമിക ശുശ്രൂഷകളാണ് നൽകേണ്ടത് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ശുദ്ധജലം ഉപയോഗിച്ച് മുറിവ് വൃത്തിയാക്കുക, മുറിവിൽ അമർത്തി പിടിക്കുക, കയ്യിലാണ് മുറിവെങ്കിൽ കൈ ഉയർത്തിപ്പിടിക്കുക, രക്തപ്രവാഹം നിലയ്ക്കുന്നില്ലെങ്കിൽ ശുദ്ധമായ തുണിയോ ബാൻഡേജോ കൊണ്ട് മുറിവ് പൊതിഞ്ഞു കെട്ടുക, വേഗത്തിൽ വൈദ്യസഹായം ലഭ്യമാക്കുക. ഇത്രയും കാര്യങ്ങളാണ് പ്രാഥമിക ശുശ്രൂഷയിൽ ഉൾപ്പെടുന്നത്. അടുത്ത ഹെഡിങ് ആണ് ഹൃദയം മാറ്റിവെക്കാം. ഗുരുതരമായ ഹൃദ്രോഗമുള്ളവർക്കാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താറുള്ളത്. മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തിയുടെ ഹൃദയമെടുത്ത് രോഗിയിൽ വെച്ച് പിടിപ്പിക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. 1967 ഡോക്ടർ ക്രിസ്ത്യൻ ബർണാർഡാണ് ആദ്യമായി ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായിട്ട് നടത്തിയത്. അപ്പോൾ ഗുരുതരമായ ഹൃദ്രോഗമുള്ളവർക്കാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്താറുള്ളത്. മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തിയുടെ ഹൃദയമെടുത്ത് രോഗിയിൽ വെച്ച് പിടിപ്പിക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. ഇപ്പോൾ 1967 ഡോക്ടർ ക്രിസ്ത്യൻ ബർണാർഡാണ് ആദ്യമായി ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായിട്ട് നടത്തിയത്. ഇനി രക്തദാനം, മഹാദാനം. ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ ഏകദേശം 5.5 ലിറ്റർ വരെ രക്തമുണ്ടാകും. അപകടങ്ങൾ, അസുഖങ്ങൾ എന്നിവ മൂലം ശരീരത്തിന്റെ രക്തത്തിന്റെ അളവ് കുറയുമ്പോൾ എന്താണ് ചെയ്യുക? രക്തദാനം, മഹാദാനം. ഒരാൾ സ്വമനസ്സാലെ മറ്റൊരാൾക്ക് ശാസ്ത്രീയമായി സൂക്ഷിച്ച് പിന്നീട് ഉപയോഗിക്കുന്നതിനോ രക്തം നൽകുന്നതാണെന്ത്? രക്തദാനം. അടുത്ത ഹെഡിങ് ആണ് വിസർജന വ്യവസ്ഥ അല്ലെങ്കിൽ എക്സ്ക്രീറ്ററി സിസ്റ്റം. നമ്മൾ ഇതുവരെ പഠിച്ചത് ദഹനം, രക്തപര്യായനം, ശ്വസനം എന്നീ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് അല്ലേ. ഇനി നമുക്ക് വിസർജന വ്യവസ്ഥയെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുള്ളതാണ് വിസർജനം അല്ലെങ്കിൽ എക്സ്ക്രീഷൻ. ജീവൽ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന യൂറിയ, അധികമുള്ള ജലം, ലവണങ്ങൾ തുടങ്ങിയവ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്ന പ്രക്രിയയാണെന്ത്? വിസർജനം. അപ്പൊ ജീവൽ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന യൂറിയ, അധികമുള്ള ജലം, അതുപോലെ ലവണങ്ങൾ തുടങ്ങിയവക്ക് എന്താണ്? ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്ന പ്രക്രിയയാണെന്ത്? വിസർജനം.
ഇനി വൃക്കകൾ എന്നുള്ള ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജനാവയവമാണ് വൃക്കകൾ. ഇവ മനുഷ്യ ശരീരത്തിലെ അരിപ്പകളായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജനാവയവം എന്ന് ചോദിച്ചാൽ അത് വൃക്കകളാണ്. ഇവ മനുഷ്യ ശരീരത്തിലെ അരിപ്പകളായിട്ട് പ്രവർത്തിക്കുന്നു. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളതാണ് വൃക്കയും അരിക്കലും. പയർ വിത്തിന്റെ ആകൃതിയിലുള്ള ഇവ ഉദരാശയത്തിൽ നട്ടെല്ലിന്റെ ഇരുവശങ്ങളിലുമായാണ് കാണപ്പെടുന്നത്. വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്നത് വൃക്കാധമനിയാണ്. വൃക്കാധമനി വഴി എത്തുന്ന രക്തത്തിൽ യൂറിയ, ഗ്ലൂക്കോസ്, ലവണങ്ങൾ, ഓക്സിജൻ, മറ്റ് ഘടകങ്ങൾ എന്നിവ ഉണ്ടായിരിക്കും. എന്നാൽ അരിക്കലിന് ശേഷം വൃക്കാസിരയിലൂടെ തിരിച്ചു പോകുന്ന രക്തത്തിൽ യൂറിയ, ഗ്ലൂക്കോസ്, ലവണങ്ങൾ, ഓക്സിജൻ, മറ്റു ഘടകങ്ങൾ എന്നിവയുടെ അളവ് താരതമ്യേന കുറവായിരിക്കും. ഇത്തരത്തിൽ വൃക്കയിൽ അരിക്കലിന് വിധേയമായ രക്തത്തിലെ മാലിന്യങ്ങൾ മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു. ശരിയായ അളവിൽ ജലം, ലവണങ്ങൾ എന്നിവ ശരീരത്തിൽ നിലനിർത്തുന്നതിന് വൃക്കകൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ആരോഗ്യമുള്ള ഒരാളുടെ വൃക്കകൾ ഒരു ദിവസം ശരാശരി 1.5 ലിറ്റർ മൂത്രം ഉൽപ്പാദിപ്പിക്കുന്നു. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. വൃക്കാധമനി, വൃക്കാസിര, അതുപോലെ മൂത്രവാഹി, മൂത്രാശയം ഇവക്ക് ഉൾപ്പെടുന്ന ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? പയർ വിത്തിന്റെ ആകൃതിയിലുള്ള ആണല്ലേ വൃക്കകൾ കാണപ്പെടുന്നത്. ഇവ എവിടെയാണ്? ഉദരാശയത്തിൽ നട്ടെല്ലിന്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് കാണപ്പെടുന്നത്. ഉദരാശയത്തിൽ നട്ടെല്ലിന്റെ ഇരുവശങ്ങളിലുമായാണ് വൃക്കകൾ കാണപ്പെടുന്നത്. ഇനി വൃക്കയിലേക്ക് എന്താണ്? ഗ്ലൂക്കോസും, ലവണങ്ങൾ, ഓക്സിജൻ, മറ്റു ഘടകങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള യൂറിയ എത്തിക്കുന്നത് വൃക്കാധമനിയാണ്. എന്നാൽ അരിക്കലിന് ശേഷം വൃക്കാസിരയിലൂടെ തിരിച്ചു പോകുന്ന രക്തത്തിൽ യൂറിയ, ഗ്ലൂക്കോസ്, ലവണങ്ങൾ, ഓക്സിജൻ, മറ്റു ഘടകങ്ങൾ എന്നിവയുടെ അളവ് താരതമ്യേന കുറവായിരിക്കും. ഇത്തരത്തിൽ വൃക്കയിൽ അരിക്കലിന് വിധേയമായ രക്തത്തിലെ മാലിന്യങ്ങൾ മൂത്രത്തിലൂടെ പുറന്തള്ളുന്നുണ്ട്. ആരോഗ്യമുള്ള ഒരാളുടെ വൃക്കകൾ ഒരു ദിവസം ശരാശരി 1.5 ലിറ്റർ മൂത്രം ഉൽപ്പാദിപ്പിക്കുന്നു. അടുത്ത ഹെഡിങ് ആണ് വൃക്ക മാറ്റിവെക്കൽ അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. ആരോഗ്യമുള്ള ദാതാവിൽ നിന്ന് ഒരു വൃക്കയെടുത്ത് 2 വൃക്കകളും തകരാറിലായ ഒരാളിലേക്ക് വെച്ചുപിടിപ്പിക്കുന്നതാണ് വൃക്ക മാറ്റിവെക്കൽ. ഇനി വൃക്ക സ്വീകരിക്കുന്ന വ്യക്തിയുടെയും നൽകുന്ന വ്യക്തിയുടെയും രക്തഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള പരിശോധനാ ഫലങ്ങൾ യോജിച്ചാൽ മാത്രമേ വൃക്ക മാറ്റിവെക്കൽ സാധ്യമാകൂ. അപ്പോൾ ആരോഗ്യമുള്ള ദാതാവിൽ നിന്ന് ഒരു വൃക്കയെടുത്ത് 2 വൃക്കകളും തകരാറിലായ ഒരാളിലേക്ക് വെച്ച് പിടിപ്പിക്കുന്നതാണ് വൃക്ക മാറ്റിവെക്കൽ എന്ന് പറഞ്ഞാൽ. ഇതിനെന്താണ്? ഇവരുടെ 2 പേരുടെയും രക്തഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള പരിശോധനാ ഫലങ്ങൾ യോജിച്ചാൽ മാത്രമേ വൃക്ക മാറ്റിവെക്കൽ സാധ്യമാകൂ. 18 വയസ്സ് പൂർത്തിയായ ആരോഗ്യമുള്ള ഏതൊരാൾക്കും വൃക്കകൾ ദാനം ചെയ്യാം. ഇനി മറ്റു വിസർജനാവയവങ്ങൾ. ഇനി ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുള്ളതാണ് വിയർപ്പ്. ത്വക്കിലെ സ്വേദഗ്രന്ഥിയാണ് വിയർപ്പുണ്ടാക്കുന്നത്. ശരീരത്തിൽ അധികമുള്ള ജലവും ലവണങ്ങളും വിയർപ്പിലൂടെ പുറത്തു പോകുന്നു. വിയർപ്പ് ബാഷ്പമായി മാറാൻ വേണ്ട താപം നമ്മുടെ ശരീരത്തിൽ നിന്നെടുക്കുന്നു. ഇങ്ങനെ നമ്മുടെ ശരീര താപനില ക്രമീകരിച്ച് നിർത്താൻ വിയർക്കൽ സഹായിക്കുന്നു. ശരീരത്തെ പൊതിഞ്ഞ് സൂക്ഷിക്കുക, സ്പർശം അറിയുക എന്നിവ ത്വക്കിന്റെ ധർമ്മങ്ങളാണ്. അപ്പം എന്തൊക്കെയാണ് ത്വക്കിന്റെ ധർമ്മങ്ങൾ? ത്വക്കിലെ സ്വേദഗ്രന്ഥികളാണ് വിയർപ്പുണ്ടാക്കുന്നത്. ശരീരത്തിൽ അധികമുള്ള ജലവും ലവണങ്ങളൊക്കെ വിയർപ്പിലൂടെ പുറത്തു പോകുന്നുണ്ട്. വിയർപ്പ് ബാഷ്പമായി മാറാൻ വേണ്ട താപം നമ്മുടെ ശരീരത്തിൽ നിന്നാണ് എടുക്കുന്നത്. ഇങ്ങനെ നമ്മുടെ ശരീര താപനില ക്രമീകരിച്ച് നിർത്താൻ വിയർക്കൽ സഹായിക്കുന്നു. ശരീരത്തെ പൊതിഞ്ഞ് സൂക്ഷിക്കുക, സ്പർശം അറിയുക എന്നിവയും ത്വക്കിന്റെ ധർമ്മങ്ങളാണ്. ത്വക്കിലെ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയാണ് സ്വേദഗ്രന്ഥിയിൽ നിന്ന് വിയർപ്പ് പുറത്തു വരുന്നത്. ഇവ ത്വക്കിൽ അടിഞ്ഞുകൂടിയാൽ രോഗങ്ങൾ ഉണ്ടാകും. അതിനാൽ കുളിക്കുമ്പോൾ ത്വക്ക് നന്നായി വൃത്തിയാക്കേണ്ടതുണ്ട്. അപ്പം എന്താ പറഞ്ഞിട്ടുള്ളത്? ത്വക്കിലെ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയാണ് സ്വേദഗ്രന്ഥിയിൽ നിന്ന് വിയർപ്പ് പുറത്തു പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവ അടിഞ്ഞു കൂടിയാൽ എന്താണ്? ത്വക്കിൽ രോഗങ്ങൾ ഉണ്ടാകാൻ ഇത് കാരണമാകും. ഇനി എന്താണ് പറയുന്നത്? വൃക്ക, ത്വക്ക് എന്നിവ കൂടാതെ ശ്വാസകോശം, കരൾ എന്നിവയ്ക്കും വിസർജന പ്രക്രിയയിൽ പങ്കുണ്ട്. ഇനി ശ്വാസകോശം അല്ലെങ്കിൽ ലങ്സ്. കോശങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നത് ശ്വാസകോശാട്ടോ. അപ്പോൾ കോശങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്നു. അപ്പോൾ പിന്നെന്താണ്? കരൾ കൊടുത്തിട്ടുണ്ട്. മനുഷ്യരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. രക്തത്തിലൂടെ എത്തുന്ന ഹാനികരമായ രാസവസ്തുക്കളെ ഇത് നശിപ്പിക്കുന്നു. കൂടാതെ കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ ആവശ്യമായ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പോഷക ഘടകങ്ങൾ വിഘടിക്കുമ്പോൾ ശരീരത്തിന് ഹാനികരമായ അമോണിയ ഉണ്ടാക്കുന്നു. ഇതിനെ താരതമ്യേന ഹാനികരമല്ലാത്ത യൂറിയയാക്കി മാറ്റുന്നതും കരളാണ്. എന്തൊക്കെയാണ് കരൾ ചെയ്യുന്നത്? മനുഷ്യരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? കരളാണ് അല്ലേ. അതുപോലെ എന്താ? രക്തത്തിലൂടെ എത്തുന്ന ഹാനികരമായ രാസവസ്തുക്കളൊക്കെ നശിപ്പിക്കുന്നത് ആരാണ്? കരളനാണ്. കൂടാതെ കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ നമ്മൾ പഠിച്ചില്ലേ, ദഹന വ്യവസ്ഥ പഠിച്ചപ്പോൾ കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പിത്തരസം അല്ലെങ്കിൽ ബൈൽ ഉൽപ്പാദിപ്പിക്കുന്നതും കരളാണ്.
ഇനി പോഷകഘടകങ്ങൾ വിഘടിക്കുമ്പോൾ ശരീരത്തിന് ഹാനികരമായ അമോണിയ എന്താക്കി മാറ്റും? യൂറിയ ആക്കി മാറ്റുന്നതും കരളാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രധാനപ്പെട്ട വിസർജനാവയവങ്ങൾ ഏതൊക്കെയാണ്? വൃക്കകളും അതുപോലെ ത്വക്കൊക്കെയാണ്. അതുകൂടാതെ കരള്, ശ്വാസകോശമൊക്കെ എന്താണ്? വിസർജനാവയവങ്ങളാണ്. എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? കോശങ്ങളിൽ എത്തിച്ചേരുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്നു എന്നുള്ളതാണ് ശ്വാസകോശത്തിന്റെ ഒരു ധർമ്മം. കരളിന്റെ ധർമ്മം എന്താണ്? രക്തത്തിലൂടെ എത്തുന്ന ഹാനികരമായ രാസവസ്തുക്കളെ കരൾ നശിപ്പിക്കുന്നു. അതുപോലെ എന്താണ്? കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുപോലെ പിന്നെ എന്താണ്? പോഷക ഘടകങ്ങൾ വിഘടിക്കുമ്പോൾ ശരീരത്തിന് ഹാനികരമായ അമോണിയൊക്കെ എന്താണ്? ഇത് യൂറിയ ആക്കി മാറ്റുന്നതും കരളാണ് അല്ലേ. അപ്പോൾ നമ്മൾ രക്തപര്യായന വ്യവസ്ഥയും അതുപോലെ വിസർജന വ്യവസ്ഥയും നോക്കില്ലേ. ഇനി നാഡീ വ്യവസ്ഥയാണ് അല്ലെങ്കിൽ നെർവസ് സിസ്റ്റമാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മുടെ ശരീരത്തിന് വിവിധ അവയവങ്ങൾ ഉണ്ടല്ലേ. നമ്മുടെ ജോലി ചെയ്യുമ്പോൾ ഒരു അവയവം മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ശരീരത്തിലെ വിവിധ അവയവങ്ങളുടെ ഏകോപനത്തിലൂടെയാണല്ലേ എല്ലാ ശാരീരിക പ്രവർത്തനങ്ങളും സാധ്യമാകുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ വിവിധ പ്രവർത്തനങ്ങളുടെ ഏകോപനം എങ്ങനെയാണ് സാധ്യമാകുന്നത്? ഇനി ഇവിടെ നാഡീ വ്യവസ്ഥ എന്ന് പറഞ്ഞ ഒരു ബോക്സ് കൊടുത്തിട്ടുള്ളതാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ നമ്മെ സഹായിക്കുന്നത് നാഡീ വ്യവസ്ഥയാണ്. മസ്തിഷ്കം അഥവാ തലച്ചോറ്, സുഷുമ്ന, നാഡികൾ എന്നിവ ചേർന്നതാണ് നാഡീ വ്യവസ്ഥ. അപ്പം എന്തൊക്കെയാണ്? മസ്തിഷ്കം അല്ലെങ്കിൽ തലച്ചോറ്, സുഷുമ്ന, നാഡികൾ എന്നിവ ചേർന്നതാണെന്ത്? നാഡീ വ്യവസ്ഥ. അപ്പോൾ സാഹചര്യങ്ങൾ അനുസരിച്ച് പ്രതികരിക്കാൻ നമ്മെ സഹായിക്കുന്നതാണ് നാഡീ വ്യവസ്ഥയാണ്. ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം മസ്തിഷ്കമാണ്. മസ്തിഷ്കം തലയോട്ടിക്കുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. വിവിധ പേശികളുടെ ചലനത്തെ നിയന്ത്രിക്കുക, ശരീരത്തിലെ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ച് വിവിധ കോശങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുക തുടങ്ങിയവ മസ്തിഷ്കത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങളാണ്. കാഴ്ച, കേൾവി, ഓർമ്മ, ഭാവന, വികാരങ്ങൾ, ബുദ്ധി എന്നിവയുടെ എല്ലാം കേന്ദ്രം മസ്തിഷ്കമാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് മസ്തിഷ്കം അല്ലെങ്കിൽ എന്താണ്? തലച്ചോറിലെ. അപ്പോൾ വിവിധ പേശികളുടെ ചലനത്തെ നിയന്ത്രിക്കുന്നതും ശരീരത്തിലെ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ച് വിവിധ കോശങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകുന്നതൊക്കെ മസ്തിഷ്കത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളാണ്. കാഴ്ച, കേൾവി, ഓർമ്മ, ഭാവന, വികാരങ്ങൾ, ബുദ്ധി എന്നിവയുടെ എല്ലാം കേന്ദ്രം മസ്തിഷ്കമാണ്. ഏറ്റവും ആധുനിക കമ്പ്യൂട്ടർ പോലും കാര്യക്ഷമതയിൽ മസ്തിഷ്കത്തിൻ്റെ പിന്നിലാണ്. മുൻകൂട്ടി തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് മാത്രമാണ് കമ്പ്യൂട്ടറിനുള്ളത്. എന്നാൽ മസ്തിഷ്കത്തിനാകട്ടെ ചുറ്റുപാടിനോട് പ്രതികരിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സങ്കല്പിക്കാനും ഒക്കെ കഴിയും. ഉണർന്നിരിക്കുമ്പോൾ മാത്രമല്ല, ഉറങ്ങുമ്പോഴും മസ്തിഷ്കത്തിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാ ശാരീരിക പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീ വ്യവസ്ഥയാണ്. അപ്പോൾ ആധുനിക കമ്പ്യൂട്ടർ പോലും കാര്യക്ഷമതയിൽ മനുഷ്യ മസ്തിഷ്കത്തിന്റെ പിന്നിലാണെന്നാണ് പറയുന്നത്. എന്താണ് കാര്യം? മുൻകൂട്ടി തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവാണ് കമ്പ്യൂട്ടറിനുള്ളത്. എന്നാലും മസ്തിഷ്കത്തിനാകട്ടെ ചുറ്റുപാടിനോട് പ്രതികരിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സങ്കല്പിക്കാനും ഒക്കെ കഴിയും. ഉണർന്നിരിക്കുമ്പോൾ മാത്രമല്ല, ഉറങ്ങുമ്പോഴും മസ്തിഷ്കത്തിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാ ശാരീരിക പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് നാഡീ വ്യവസ്ഥയാണ്. മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ ഉപയോഗം നാഡീ വ്യവസ്ഥയെ സാരമായി ബാധിക്കും. ഇനി കൗമാരവും ആരോഗ്യവും. 10 മുതൽ 19 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് കൗമാരം. ജീവശാസ്ത്രപരമായി ഒട്ടേറെ സവിശേഷതകളുടെ കാലമാണിത്. സ്വാഭാവികമായ ഒരു ജൈവ പ്രക്രിയ എന്ന നിലയിൽ ഒട്ടേറെ ശാരീരിക മാറ്റങ്ങൾ കൗമാരകാലത്ത് നടക്കുന്നു. തലച്ചോറിന്റെ വികാസം, ഉയരത്തിലും തൂക്കത്തിലും പെട്ടെന്നുണ്ടാകുന്ന വർധനവ്, ഗ്രന്ഥികളുടെ വർദ്ധിച്ച പ്രവർത്തനക്ഷമത എന്നിവയെല്ലാം ഈ ഘട്ടത്തിന്റെ പ്രത്യേകതകളാണ്. അപ്പം എന്താ പറഞ്ഞത്? സ്വാഭാവികമായ ഒരു ജൈവ പ്രക്രിയ എന്നതിൽ ഒട്ടേറെ ശാരീരിക മാറ്റങ്ങൾ കൗമാരകാലത്ത് നടക്കുന്നുണ്ട്. തലച്ചോറിന്റെ വികാസം, അതുപോലെ ഉയരത്തിലും തൂക്കത്തിലും പെട്ടെന്നുണ്ടാകുന്ന വർധനവ്, ഗ്രന്ഥികളുടെ വർദ്ധിച്ച പ്രവർത്തനക്ഷമത എന്നിവയെല്ലാം ഈ ഘട്ടത്തിന്റെ പ്രത്യേകതകളാണ്. ഇനി ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. കൗമാര കാലഘട്ടത്തിലെ ശാരീരിക മാറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ആൺകുട്ടികളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൗമാര കാലഘട്ടത്തിൽ ഉണ്ടാകുന്നത്? വളർച്ച ത്വരിതപ്പെടുന്നു അല്ലേ. പ്രത്യുൽപാദനാവയവങ്ങളുടെ വളർച്ച വേഗത്തിലാകുന്നു. ജനനേന്ദ്രിയ ഭാഗം, കക്ഷം, മാറിടം, മുഖം എന്നീ ശരീരഭാഗങ്ങളിൽ രോമങ്ങൾ വളരുന്നു. അതുപോലെ ശബ്ദത്തിന് ഗാംഭീര്യം കൂടുന്നു. ബീജോത്പാദനം ആരംഭിക്കുന്നു. ഇനി പെൺകുട്ടികളിൽ എന്തൊക്കെ മാറ്റാണ്? വളർച്ച ത്വരിതപ്പെടുന്നു. അതുപോലെ പ്രത്യുൽപാദനാവയവങ്ങൾ, സ്തനം എന്നിവയുടെ വളർച്ച വേഗത്തിലാകുന്നു. ജനനേന്ദ്രിയ ഭാഗത്തും കക്ഷത്തിലും രോമങ്ങൾ വളരുന്നു.
ശബ്ദ സൗകുമാര്യം കൂടുന്നു, അണ്ടോത്സർജനം തുടങ്ങുന്നു, ആർത്തവം ആരംഭിക്കുന്നു. ഇനി ഇവിടെ ആർത്തവം അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. എല്ലാ മാസവും പ്രത്യുൽപാദനത്തിനുള്ള പല ഒരുക്കങ്ങളും ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിൽ നടക്കുന്നുണ്ട്. ഗർഭാശയത്തിന്റെ അന്തരപാളിയിൽ ധാരാളം രക്തലോമികകളും കലകളും രൂപപ്പെടുന്നു. എന്നാൽ ഗർഭധാരണം നടക്കാതെ വന്നാൽ ഈ ഒരുക്കങ്ങൾ വെറുതെയാകുന്നു. അപ്പോൾ പുതുതായി രൂപപ്പെട്ട രക്തലോമികകൾ പൊട്ടും. രക്തലോമികകളും മറ്റ് കലകളും ഗർഭാശയ ഭിത്തിയിൽ നിന്ന് അടർന്നു മാറുകയും രക്തത്തോടൊപ്പം ഇവയെല്ലാം ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുകയും ചെയ്യും. ഈ പ്രക്രിയയാണ് ആർത്തവം. ഇത് 7 ദിവസം വരെ നീണ്ടു നിന്നേക്കാം. ആർത്തവത്തിന് മുന്നോടിയായും ആർത്തവ സമയത്തും കലശലായ അടിവയർ വേദന, ഛർദി, നടുവേദന, കാലിന് കയ്പ് തുടങ്ങിയ ലക്ഷണങ്ങൾ ചിലർക്ക് അനുഭവപ്പെടാറുണ്ട്. ചിലർക്ക് അമിതദേഷ്യം, ഉത്കണ്ഠ എന്നിവയും ഉണ്ടാകാറുണ്ട്. അപ്പോൾ എല്ലാ മാസവും പ്രത്യുൽപാദനത്തിലുള്ള പല ഒരുക്കങ്ങളും ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഗർഭാശയത്തിന്റെ അന്തരപാളിയിൽ ധാരാളം രക്തലോമികകളും കലകളും ഒക്കെ രൂപപ്പെടുന്നുണ്ട്. എന്നാൽ ഗർഭധാരണം നടക്കാതെ വന്നാൽ ഈ ഒരുക്കങ്ങളൊക്കെ വെറുതെ ആകുന്നു. അപ്പോൾ പുതുതായി രൂപപ്പെട്ട രക്തലോമികകൾ പൊട്ടും. രക്തലോമികകളും മറ്റ് കലകളും ഗർഭാശയ ഭിത്തിയിൽ നിന്ന് അടർന്നു മാറുകയും രക്തത്തോടൊപ്പം ഇവയെല്ലാം ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുകയും ചെയ്യും. ഈ പ്രക്രിയയാണ് ആർത്തവം. ഇനി കൗമാരകാലത്തെ ഭക്ഷണം എന്നുള്ള ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. കൗമാരകാലത്ത് ശരീര വളർച്ച ദ്രുതഗതിയിലാണ്. ആർത്തവകാലത്ത് പെൺകുട്ടികൾക്ക് ശരാശരി 0.6 ലിറ്റർ രക്തം നഷ്ടപ്പെടുന്നു. അപ്പോൾ രക്തനഷ്ടം, ദ്രുതഗതിയിലുള്ള ശരീര വളർച്ച എന്നിവ പരിഗണിച്ച് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്? രക്തത്തിന്റെ അളവ് കൂട്ടാൻ സാധിക്കുന്ന ഹീമോഗ്ലോബിൻ അടങ്ങിയിട്ടുള്ള, അതായത് ഇരുമ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കുക അല്ലേ. അതുപോലെ പിന്നെ ശരീര വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡ് ധാരാളമായിട്ട് കഴിക്കുക. ഇതൊക്കെയാണ് ഭക്ഷണ കാര്യത്തിൽ ക്രമീകരിക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഒരുപാട് പോയിന്റ്സ് നമ്മൾ പഠിച്ചില്ലേ. പിന്നെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പോയിന്റ്സ് ഉള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു അല്ലേ. നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്